ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ സുഖമായിരിക്കണോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ തമ്പനയിലും നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഈ കൊമ്പ് കാരണം കൊണ്ട് ഒരു രക്ഷയില്ലാതെ നടക്കുന്ന ഞാൻ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് സാധനം. എന്താ ചെയ്യാൻ, വളരൂല്ല ഒരു തീങ്ങ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വാട്ട് ഈസ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, ബിക്കോസ് ഇത് സംസാരിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ വന്നു, ഇപ്പം നമ്മൾ ടൈം ടു ഹീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഉദ്ദേശിച്ച പോലെ തന്നെ അതിൽ എന്താണോ ഞാൻ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെയാണ് എനിക്ക് ഒരു എന്താ പറയുക 80% അത് ശരിക്കും ഉൾക്കൊണ്ടിട്ട് വെരി ഗുഡ് എന്ന ഡിസിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% അറിയുന്നവരും അതുമാത്രമല്ല മെസ്സേജസ് ആയിട്ടുള്ള രീതിയിലും ചോദിച്ച ഒരേ ഒരു കാര്യം, അമ്മയും അച്ഛനും ഒരു വീട്ടിൽ കൊണ്ടാക്കാതെ ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയി ആക്കാൻ മാത്രം എന്താണ് ഇപ്പോൾ ഇത്ര ഗതികേട് വന്നത് എന്നാണ് ചോദിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, മനസ്സിലാക്കാത്ത കുറച്ച് പേരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലം. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത്. ഓക്കെ, വാട്ട് ഈസ് റീഹാബിലിറ്റേഷൻ? നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സർജറി ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് ഒരു പ്രശ്നം പറ്റിയിട്ട് വളരെ മേജറായിട്ടുള്ള രീതിയിൽ ആ ആൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് ഹോസ്പിറ്റൽസിൽ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കും, സർജറീസ് നടക്കും, കാര്യങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കും. കുറേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, നമ്മുടെ സർജറീസ് എല്ലാം കഴിഞ്ഞു, നമ്മൾ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വന്നു, എന്നിട്ട് നിങ്ങൾ പല ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമൽ ലൈഫിലേക്ക് വരണം. ഇവിടുന്ന് ഇവിടേക്കുള്ള റോഡാണ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. അതിനെ അവർക്കൊരു ടേം ഉണ്ട്, സൈക്കാട്രിസ്റ്റും സൈക്കാട്രിസ്റ്റും ഫിസിയോതെറപ്പിസ്റ്റും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പേരാണ് അവരെ പറയുക, ഫിസിയോതെറപ്പിസ്റ്റ്. യെസ്, ഫിസിയോതെറപ്പിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവരെ പറയുന്നത്. അപ്പോൾ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള നോർമൽ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു പാതയുണ്ട്. അവിടെ നിങ്ങൾ ഫിസിക്കലി, മെൻ്റലി സ്ട്രെയിനായിട്ട്, സ്ട്രെസ്സായിട്ട്, ട്രോമയായിട്ട് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെലവഴിച്ച നിങ്ങളുടേതായിട്ടുള്ള സമയം, ആ ഒരു വേദന, അതിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ബിക്കോസ് നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയ്ക്കുക, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമ്മയ്ക്ക് കാലിനാണ് പ്രശ്നം, റൈറ്റ്? കാലിലാണ് മൾട്ടിപ്പിൾ സർജറീസ് കഴിയുന്നത്. അപ്പോൾ ആ കാല് അങ്ങനെ തന്നെയല്ലേ, അപ്പോൾ ആ കാലിനാണ് സർജറീസ് ഒക്കെ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാല് ഇനി ചലിപ്പിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ വിരൽ അനക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ അതൊരു പാവ പോലെയാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ സർജറീസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക്. എന്നിട്ട് ആ ബോഡിയിൽ അത് ഉൾക്കൊണ്ട്, ആ സർജറീസിനെ ഉൾക്കൊണ്ട് ആ ബോഡി, ആ കാല് നോർമലായിട്ടുള്ള ലെവലിലേക്ക്, അമ്മ എങ്ങനെയായിരുന്നോ അതുപോലെ നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഈ സംഭവം നമ്മൾ വിചാരിച്ചാൽ കൂടില്ല. ഇവിടെ ആ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് ഉള്ള ആൾക്കാർ കൊടുക്കുന്ന തെറപ്പിയാണ് വേണ്ടത്.
മനസ്സിലായില്ലേ? അത് ഫിസിയോതെറപ്പി മൂലമാവാം, അത് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആവാം, അവരുടെ തെറപ്പീസ് ആവാം, അവരെ കൗൺസിലിംഗ് ചെയ്യുന്ന രീതിയാവാം, അതേമാതിരി എന്താണ് പറയുക, അവർക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയാവാം. ഈ സംഭവം ഫിസിയോതെറപ്പിയിലൂടെ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ആ മെൻ്റൽ സ്ട്രെങ്ത് അവർ തരും, അവരെ ടേക്ക് കെയർ ചെയ്യും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകും നിങ്ങളെ. ഇപ്പോൾ അമ്മയുടെ ജേർണി എന്ന് പറയണത് എന്താ വെച്ചാൽ, ഹീലിംഗ് പ്രോസസ്സിലൂടെ പോയിട്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനി അമ്മയ്ക്ക് ഒരു സർജറിയും കൂടി മെയിനായിട്ട് കഴിയാനുണ്ട്. ആ സർജറി കഴിഞ്ഞിട്ട് വേണം അമ്മയുടെ ഏറ്റവും വലിയ പ്രോസസ്സായിട്ടുള്ള ഫിസിയോതെറപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടത് ഹീലിംഗ് ആണ്. അപ്പം അങ്ങനെയും നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ചെയ്യാൻ പറ്റും. ഫിസിയോതെറപ്പിയും ബാക്ക് ടു നോർമൽ ലൈഫും കൊണ്ടുവരാൻ അവർക്ക് പറ്റുമെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള സർജറീസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാനും അവർക്ക് നല്ല നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനും അവർക്ക് പറ്റും. അവരുടെ തെറപ്പീസ് ആയിക്കോട്ടെ, അവരുടെ കാംനെസ് ആയിക്കോട്ടെ, അവിടെ വരുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ. അവിടെ വരുന്ന ഡോക്ടേഴ്സൊക്കെ ആരാ? എമർജൻസീസിൽ നിൽക്കുന്ന ഡോക്ടേഴ്സാണ്. ബിക്കോസ് ഇവിടെ ആവശ്യം അങ്ങനെയുള്ള ആൾക്കാരെയാണ്. ഇവരുടെ കൂടെ നിൽക്കുന്ന നഴ്സുകൾ ആരൊക്കെയാണ്? എമർജൻസി ICUവിൽ നിൽക്കുന്ന നഴ്സുമാരായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ ബട്ട് നോട്ട് എ ഹോസ്പിറ്റൽ. യു ഫീൽ ഹോം. നമ്മൾ വീട് പോലെ നമുക്ക് തോന്നിക്കും. നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ ചുറ്റോട് ചുറ്റും ആൾക്കാരുണ്ടാവും. ഒരു പേഷ്യൻറ്റിന് അത് കൂടുതൽ എന്താ വേണ്ടത്? വിട്ടു നിൽക്കുന്ന നമ്മളെമാരെയുള്ള മക്കൾക്ക് എന്താ വേണ്ടത്? നല്ലൊരു സ്ഥലത്ത് ഇൻഫെക്ഷൻസ് ഒന്നുമില്ലാതെ നമ്മൾ നമ്മുടെ അമ്മയെ കൊണ്ടുപോയി എത്തിച്ചു. എന്തിന്? അടുത്തൊരു സർജറിക്ക് അമ്മയെ മുന്നോട്ടേക്ക് നടത്തിച്ചു കൊണ്ടുപോവാൻ. ബിക്കോസ് നമ്മൾ കൂട്ടിയാൽ കൂടില്ല എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇതിൽ ഒരു വീടില്ലാത്ത പോലെ നിങ്ങൾ കാണിച്ചു. നിങ്ങൾക്ക് എന്തിൻ്റെ അസുഖമായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് തള്ളേ. എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് അതിനെ ഉപയോഗിക്കണത്. അങ്ങനെ ഒരു രീതിയല്ല. നിങ്ങൾ എന്തൊരു മനസ്ഥിതിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയുക, അതല്ലാതെ വായ തോന്നിയതല്ല പറയുക. സോ ഫോർ ഓൾ ദോസ് ഹൂ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ശരി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് സംഭവം. അത് ഒരുപാട് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എന്താണെന്ന് വെച്ചാൽ ഒരു അഡിക്ഷനായിട്ട്, ഒരു ആൽക്കഹോളിക് അഡിക്ഷൻ, ഒരു ഡ്രഗ് അഡിക്ഷൻ, വിത്ഡ്രോവൽ സിംറ്റംസ്, ഇതൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവിടെ കിടത്തുന്നു. അങ്ങനെ അതും റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ പാർട്ട് തന്നെയാണ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണേണ്ടത് പീഡിയാട്രീഷ്യനെയാണ് എന്ന് വെക്കുക. നിങ്ങൾ പീഡിയാട്രീഷ്യനെ കാണുന്നതിന് പകരം ഗൈനക്കോളജിസ്റ്റിനെ കാണുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ കാണുന്നതിന് പകരം ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണുമോ? അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി കാണിക്കുമോ? ഇല്ലല്ലോ. ആ ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ നിങ്ങൾ പോവുക. സെയിം വേ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് റീഹാബിലിറ്റേഷന്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണ്. റീഹാബിലിറ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എന്തെങ്കിലും അഡിക്ഷൻ ആയിട്ട് നിങ്ങളുണ്ട്, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ബാക്ക് ടു ലൈഫ് കൊണ്ടുവരണം. റീഹാബ് യുവർ ഹാബിറ്റ്സ് നിങ്ങൾ ആയിട്ട് കൊണ്ടുവരികയാണ്. എന്തിന്? ഒന്നും പറ്റാതെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലത്തിന് നിങ്ങളുടേതായിട്ടുള്ള നോർമാലിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആ സെൻറ്റേഴ്സാണ് ഇതൊക്കെ. ഓക്കെ, സോ അഡിക്ഷനുള്ള ആൾക്കാരുണ്ടാവാം. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കാറ്റഗറി പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കാറ്റഗറിയിൽ വരുന്നത് നിങ്ങൾ വല്ലാതെ ഒരു സർജറി കഴിഞ്ഞ് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് മാനസികമായിട്ട് അവിടുന്ന് കഴിഞ്ഞ ട്രോമാസ് എല്ലാം നിങ്ങൾക്ക് ഇതാക്കി കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആക്കി നിങ്ങളെ ഒരു പുതിയ ഒരു രീതിയിലേക്ക് അവർ നിങ്ങളെ മാറ്റി ലൈഫിനെ കാഴ്ചപ്പാട് നിങ്ങളുടെ ടോട്ടലി ചേഞ്ച് ആക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ കെയർ ചെയ്ത് അടുത്തൊരു സർജറിക്ക് പ്രിപ്പറേഷൻ ചെയ്യും.
ഇനി നിങ്ങൾക്ക് അടുത്ത സർജറി ഇല്ല എന്ന് തന്നെ വെക്കുക, കുഴപ്പമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലേക്ക് പോവാം വിത്ത് എ കോൺഫിഡൻസ് ദാറ്റ് നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു, അനക്കാനും പിടിക്കാനും പറ്റാത്ത കാര്യങ്ങളെല്ലാം ഫിസിയോതെറപ്പിയിലൂടെ നിങ്ങളെല്ലാം ശരിയാക്കി നിങ്ങൾ എങ്ങനെയാണോ നോർമൽ ലൈഫിലുള്ളത് ആ നോർമലായിട്ടുള്ള ലൈഫിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. എത്ര വലിയൊരു കാര്യമാണ്. അതിനെയാണ് ഇത്ര പുച്ഛത്തോടു കൂടിയിട്ട് വിവരമില്ലാത്തതുകൊണ്ട് ഓരോ കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നത്. ഞാൻ ഓരോരുത്തരുടെ അടുത്തും ഞാൻ എന്തെന്ന് പറഞ്ഞിട്ടാ ഉത്തരം പറയുക. ഇങ്ങനെ ചെയ്തല്ലോ വിനിയെ നീയെന്ന് ചോദിച്ചാൽ ഒരു മോളോ എന്നുള്ള നിലയിൽ ഞാൻ എടുത്ത ബെസ്റ്റ് ഡിസിഷനാണെന്ന് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഉപയോഗമാവുമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ടാണ് വാട്ട് ഈസ് റീഹാബ് എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇടയിൽ വെച്ചിട്ട് എന്താണ് പറയുക നിർത്തിയതിൻ്റെ കാരണം ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ റീഹാബിലിറ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സിങ് ആണ്. അമ്മയെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഡ്രസ്സിങ് ആണ്. അപ്പോൾ അവരെന്താ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഗംഗാ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കൂ, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ആ ഡ്രസ്സിങ് ചെയ്യാൻ പറയൂ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ അതേപോലെ ഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തു. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ അമ്മയുടെ വൂണ്ട് അവർ ഓപ്പൺ ആക്കുന്നതും ആൻഡ് അവർ ഡ്രസ്സ് ചെയ്യുന്നതും. സോ അവരുടെ കൂടെ തന്നെ എനിക്ക് നിൽക്കണം എന്ന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദേ ഡിഡ് എ ബ്യൂട്ടിഫുൾ ജോബ്. വെരി നൈസ്, വെരി നൈസ്. വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിൽ എല്ലാം നീറ്റായിട്ട് നമ്മുടെ വൂണ്ടും വളരെ വളരെ നല്ല ഇതുണ്ട്. അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻസ് പോലെ അങ്ങനെ ഒന്നുമില്ല. ഡോക്ടേഴ്സിന് വളരെ ഹാപ്പി ആയിരുന്നു. ഡോക്ടേഴ്സ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വളരെ നല്ല കാര്യം. ബിക്കോസ് ഇനിയിപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ പോലും അവർ ആ ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ അയച്ചു തരും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിനെ കുറിച്ചിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അറിയാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിച്ചു തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഞാനൊരു റിക്വസ്റ്റോട് കൂടിയിട്ട് പറയാണ്. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ പോകുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യണം. നമ്മൾ എന്തൊക്കെ തന്നെ വിചാരിച്ചാലും നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാലും നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഇവിടെ വെച്ചിട്ട് അവർക്ക് ചെയ്തു തരാൻ നിങ്ങൾക്ക് പറ്റുക. സോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വൺസ് അഗൈൻ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.